ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം എല്ലാ സ്കൂളിലും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ ചാപ്റ്ററിലും വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ്, ഫിസിക്സ് പോലുള്ള +2-ൽ ടഫായിട്ട് വരുന്ന സബ്ജക്റ്റുകളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എല്ലാ സ്കൂളുകളിലും തന്നെ മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സും തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും, ഈ ചാപ്റ്റർ ആയിരിക്കും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? അതിൽ ആദ്യം കുറേ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, കോൺസെപ്റ്റുകളായും കുറേ കാര്യങ്ങളായും ഗ്രാഫുകളായും ഇൻവേഴ്സിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ അതിലൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇതെങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ടതല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിൻ്റെ ഒരു ടേബിള് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഞാനിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയും ചെയ്യാം. ആ ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ടേബിള് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ടേബിള് കറക്റ്റായിട്ട് പഠിക്കുക. പിന്നീട് 1 by 1 ആയിട്ട് പ്രോബ്ലം എല്ലാം അതനുസരിച്ച് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇൻവേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, ഇങ്ങനെ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇൻവേഴ്സിൻ്റെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കോസ് ഇൻവേഴ്സ് -1/2. ഇത് കുറച്ചും കൂടെ ഒരു ചെറിയ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2, കോസ് ഇൻവേഴ്സ് -1/2. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് -1/2. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? -1/2 വരും. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -1/2 വരും. ഇനി എങ്ങനെ മുന്നോട്ട് പോകാം? കോസ് തീറ്റ ഈക്വൽ ടു -1/2 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? -1/2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കൊരു ചിന്ത വരും, മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് 1/2ലേക്കാണ്. ആ മൈനസ് അവിടെ കിടന്നോട്ടെ, അതിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തിട്ടുണ്ട്? മൈനസ് കോസ് തീറ്റ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ കോസ് തീറ്റയിലേക്ക് ഫോക്കസ് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? -1/2 എന്ന് എഴുതാം അല്ലേ. -1/2 എന്ന് എഴുതാം. അപ്പോൾ അതിന് നമുക്ക് മൈനസ് കോസ് തീറ്റ എന്ന് എഴുതുന്നതിന് പ്രശ്നമില്ലല്ലോ, ഇല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എപ്പോഴാണ് നമുക്ക് മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നത് എപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ റിഡക്ഷൻ ഫോർമുല എഴുതി വെച്ചിരിക്കുന്നത്. അതായത് കോസ് π - തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. ഇത് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് റിഡക്ഷൻ ഫോർമുല ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൈനസ് കോസ് തീറ്റ കിട്ടുന്ന എപ്പോഴാണ്? π - തീറ്റയിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ മൈനസിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ജസ്റ്റ് 1/2നെ കുറിച്ച് മാത്രം ചിന്തിക്കുക. കോസിൻ്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? ഏത് വാല്യൂവിനാണെന്ന് പറയാമോ? π/3ക്കാണല്ലേ കിട്ടുന്നത്. ഏത് വാല്യൂവിനാണ് കിട്ടുന്നത്? π/3ക്കാണ് കിട്ടുന്നത്. പക്ഷെ അത് കിട്ടുന്നത് എന്താ? 1/2 ആണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താ? മൈനസ് കോസ് തീറ്റ ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? കോസ് ഇവിടെ യൂസ് ചെയ്താൽ π - π/3 എന്ന് എഴുതാം. π - π/3. π - π/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ? മൈനസ് കോസ് π/3 എന്നാണ് അല്ലേ. മൈനസ് കോസ് π/3 എന്നല്ലേ, ശരിയാണോ? മൈനസ് കോസ് π/3 എന്നാണ്. പക്ഷേ എക്സാക്ട്ലി ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണെന്ന് പറയാമോ? എക്സാക്ട്ലി ഇവിടെ വരുന്ന ആംഗിൾ എത്ര വരും? ഈക്വൽ ടു കോസ് 2π/3. കോസ് 2π/3. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ആയിട്ട് ആരാ മാറുന്ന? ആരാ? 2π/3 ആണ് മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത കാര്യം എന്തുമാത്രമാണ്? ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് ആയിട്ട് വരുന്ന കാര്യം എന്താ? കോസ് തീറ്റ -1/2 ആയി. അപ്പോൾ നമുക്ക് മൈനസ് വരുമ്പോൾ ഒരു എന്തോ ഒരു കൺഫ്യൂഷൻ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒട്ടും കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളതിന് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. കോസ് π - തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈസിലി കോസ് π - π/3 ആയിട്ട് എഴുതാം. π/3 എവിടെ നിന്നാണ് വന്നേ? π/3 വന്നത് നമ്മൾ 1/2ലേക്ക് മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 1/2 കിട്ടുന്നത് കോസ് π/3യിലാണ്. അതായത് കോസ് 60 ഡിഗ്രിയിലാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ അത് എഴുതി. സോ ഇത് ഈക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഈ π - π/3 എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് 2π/3 കിട്ടും. ഇനി ചിന്തിക്കേണ്ട കാര്യം, 2π/3 എന്ന് പറയുന്നത് 0ക്കും π-ക്കും ഇടയ്ക്കാണോ കിടക്കുന്നത് എന്നുള്ള ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. 0ക്കും π-ക്കും ഇടയ്ക്കാണോ കിടക്കുന്നത്? അതെ,
അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2π/3 ആണ് ഇവിടുത്തെ വാല്യൂ ആയിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? ആകെ നമുക്കറിയേണ്ട കാര്യം എന്ത് മാത്രമായിരുന്നു? ഈ റിഡക്ഷൻ ഫോർമുല മാത്രമായിരുന്നു. ഒരു നോർമലി വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ കണ്ടു. ഇനി ഇതിൻ്റെ തന്നെ ഒരു ഹയർ പോലെ വരുന്ന കാര്യം, ഒരു ഹയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1, 2, 3 ടേം തന്നിട്ട് അതിൻ്റെ സമ്മായിട്ട് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ഓരോ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ സം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാ. ഇപ്പോൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കണ്ടുപിടിക്കുക, കോസ് ഇൻവേഴ്സിൻ്റെ കണ്ടുപിടിക്കുക, അതുപോലെ സൈൻ ഇൻവേഴ്സിൻ്റെ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കയ്യിൽ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആവശ്യമാണ്. അതുപോലെ റേഞ്ചിൻ്റെ ആ ബോക്സ് നമ്മൾ പറഞ്ഞു, ആ ബോക്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ട്രിഗ്നോമെട്രി +1 കുറേ കാര്യങ്ങൾ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ നമുക്ക് എക്സാമ്പിൾ ലൈക്ക് റിഡക്ഷൻ ഫോർമുല, അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ അപ്ലൈ ചെയ്ത cos π - θ - cos θ എന്ന് പറയുന്ന പോലെയുള്ള റിഡക്ഷൻ ഫോർമുല നിങ്ങളിവിടെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അറിഞ്ഞ് ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, സം ചെയ്യാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ദിസ് ഈസ് ഫോർ ടുഡേ. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.